എല്ലാവർക്കും നമസ്കാരം. 53ാമത്തെ GST കൗൺസിലിൻ്റെ റെക്കമെൻഡേഷൻ അനുസരിച്ച് 2024 ഫിനാൻസ് ആക്ടിൽ GSTയിലെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കച്ചവടക്കാർക്ക് വളരെ ഗുണകരമായിട്ടുള്ള 3 ഭേദഗതികൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആ 3 ഭേദഗതികൾ എന്തൊക്കെയാണ് എന്ന് വിശദമായി പരിശോധിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭേദഗതി വന്നിട്ടുള്ള സെക്ഷൻ 16ലാണ്. അതായത് സെക്ഷൻ 16(4)ൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കുന്നതിൻ്റെ ഒരു സമയപരിധി നിശ്ചയിച്ചിട്ടുണ്ട്. അതായത് ഒരു പെർട്ടിക്കുലർ ഫിനാൻഷ്യൽ ഇയറിൽ ഇൻപുട്ട് ടാക്സ് എടുക്കുന്നതിനുള്ള പരമാവധി സമയപരിധി എന്നുള്ളത് ആ ഫിനാൻഷ്യൽ ഇയർ അവസാനിച്ച് അടുത്ത സെപ്റ്റംബർ 30 വരെയാണ്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ 2017-18 ബന്ധപ്പെട്ട ഫിനാൻഷ്യൽ ഇയറിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കുന്നതിൻ്റെ പരമാവധി സമയപരിധി എന്നത് 2018 സെപ്റ്റംബർ 30. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെക്ഷൻ 16(4) ഇതേപോലെ ഒരു ടൈം ലിമിറ്റ് ഫ്രെയിം ലിമിറ്റ് ചെയ്തുകൊണ്ട് ഒരുപാട് കച്ചവടക്കാർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം പ്രശ്നങ്ങളുണ്ടായിട്ട് ഒരുപാട് ലിറ്റിഗേഷൻസ് ഈ ആദ്യത്തെ 2-3 വർഷങ്ങളിൽ, അതായത് 2017-18, 18-19, 19-20 വർഷങ്ങളിൽ ഈ 16(4)ആയിട്ട് ബന്ധപ്പെട്ട് ധാരാളം ലിറ്റിഗേഷൻസ് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ലിറ്റിഗേഷൻസിനെ ഒന്ന് മറികടക്കുന്നതിനും കച്ചവടക്കാർക്ക് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കുക എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ട് സെക്ഷൻ 16(4)ന് ശേഷം സെക്ഷൻ 16(5) എന്നുള്ള ഒരു പുതിയ സെക്ഷൻ ഇൻസേർട്ട് ചെയ്തു. ഈ സെക്ഷൻ 16(5) പ്രകാരം പറയുന്നതെന്ന് വെച്ചാൽ 2017-18, 18-19, 19-20 കാലഘട്ടത്തിൽ റിട്ടേണുകളുമായി ബന്ധപ്പെട്ട് സെക്ഷൻ 39 GSTR 3B റിട്ടേൺ 30/11/2021 മുമ്പായിട്ട് നിങ്ങൾ ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഓരോ വർഷത്തിനും ഓരോ ലിമിറ്റ് പറഞ്ഞിട്ട് 17-18 2018 സെപ്റ്റംബർ, 18-19 2019 സെപ്റ്റംബർ, 2019-20 2020 സെപ്റ്റംബർ. പക്ഷേ ഈ 3 ഡേറ്റിനെ മറികടന്നിട്ട് സെക്ഷൻ 16(5)ൽ പറയുന്നതെന്ന് വെച്ചാൽ ഈ പെർട്ടിക്കുലർ ഇയറിൽ 3 ഫിനാൻഷ്യൽ ഇയറിലും വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ റിട്ടേൺ 30/11/2021 മുമ്പായിട്ട് നിങ്ങൾ ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പെർട്ടിക്കുലർ ഇയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. അപ്പോൾ 16(4)നെ അമെൻഡ് ചെയ്തിട്ട് 16(5) ആക്കി മാറ്റി 16(5) എന്നൊരു പുതിയ സെക്ഷൻ ഇൻസേർട്ട് ചെയ്തു. അത് പ്രകാരം നിങ്ങളെ സംബന്ധിച്ച് ഈ പറഞ്ഞ പെർട്ടിക്കുലർ പീരീഡിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ലിറ്റിഗേഷൻസ് വല്ലതും നിലവിലുണ്ടെങ്കിൽ ആ ലിറ്റിഗേഷൻസ് പിൻവലിച്ചുകൊണ്ട് ഈ സെക്ഷൻ ഇൻവോക്ക് ചെയ്തിട്ട് സെക്ഷൻ 16(5) ഇൻവോക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് നിലവിൽ ഈ പറഞ്ഞ 3 വർഷത്തെയും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ലഭിക്കും എന്നുള്ളത് വളരെ ബിസിനസ് കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയോജനകരമായിട്ടുള്ള ഒരു നല്ല നിർദ്ദേശം തന്നെയാണ്, നല്ലൊരു അമെൻമെൻറ്റാണ് ഈ സെക്ഷനിൽ വന്നിട്ടുള്ളത്. അടുത്ത രണ്ടാമത്തെ ഒരു ഭേദഗതി വന്നിട്ടുള്ളത് സെക്ഷൻ 16ൽ തന്നെയാണ്. സെക്ഷൻ 16ൽ സെക്ഷൻ 16(6) എന്ന് പറഞ്ഞിട്ടുള്ള, നേരത്തെ പറഞ്ഞ പോലെ തന്നെ 16(5)ന് പുറമെ സെക്ഷൻ 16(6) എന്ന പുതിയൊരു സെക്ഷൻ ഇൻസേർട്ട് ചെയ്തു. ഈ സെക്ഷനിൽ പറയുന്നത് സാധാരണഗതിക്ക് നമ്മൾ ഈ രജിസ്ട്രേഷൻ ക്യാൻസലേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ, രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുമ്പ് റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സെക്ഷൻ 16(4)ൽ പറഞ്ഞ പോലെ തന്നെ 30th സെപ്റ്റംബറിൻ്റെ ഉള്ളിൽ നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്തിട്ടുള്ളൊരു കേസാണെങ്കിൽ അതുവരെയുള്ള ഇൻപുട്ട് മാത്രമേ എടുക്കാൻ പറ്റുമായിരുന്നുള്ളൂ. നിങ്ങളുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്തിട്ട് അത് റിവോക്ക് ചെയ്യുന്ന ഈ ഒരു സമയപരിധി ഉണ്ടല്ലോ, ആ സമയപരിധിക്ക് ഉള്ളിൽ വന്നിട്ടുള്ള നിങ്ങളുടെ പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ട ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാൻ നിലവിലുള്ള നിയമം അനുവദിക്കില്ല. പക്ഷേ സെക്ഷൻ 16(6) എന്ന ഒരു പുതിയ സെക്ഷൻ കൊടുത്തിട്ട് അതിൽ പറയുന്നതെന്ന് വെച്ചാൽ സെക്ഷൻ 16(6)ൽ പറയുന്നത് നിങ്ങളുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്തു, 29ൽ ക്യാൻസൽ ചെയ്തു, അതേപോലെ തന്നെ സെക്ഷൻ 30ൽ ഈ പറഞ്ഞ ക്യാൻസലേഷൻ റിവോക്ക് ചെയ്തു. അത് വേണമെങ്കിൽ 2 തരത്തിൽ ചെയ്യാം. ഒന്നുമില്ലെങ്കിൽ ഹൈക്കോടതിയുടെ ഓർഡർ അനുസരിച്ചോ അതല്ലെങ്കിൽ ഒരു അപ്പലേറ്റ് അതോറിറ്റിയുടെ ഓർഡർ അനുസരിച്ച് വേണമെങ്കിൽ സെക്ഷൻ 30ൽ ഈ പറഞ്ഞ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്ത് റിവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്യാൻസലേഷൻ പീരിയഡിലുള്ള ഇൻപുട്ട് ടാക്സ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. പ്രൊവൈഡഡ് ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്, ഇതൊന്നുമില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ സെപ്റ്റംബർ 30യുടെ ഉള്ളിൽ നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്തായിരിക്കണം. അതല്ലെങ്കിൽ രണ്ടാമത്തെ കണ്ടീഷൻ പറയുന്നത് ഇത്തരത്തിൽ രജിസ്ട്രേഷൻ ക്യാൻസലേഷൻ റിവോക്ക് ചെയ്ത് കഴിഞ്ഞ് വിത്തിൻ 30 days ഫ്രം ദ ഡേറ്റ് ഓഫ് സച്ച് റിവോക്കേഷൻ നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്താൽ, ഇതിൽ വിച്ച് എവർ ഈസ് ലേറ്റർ എന്നാണ് പറയുന്നത്. അപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് സെപ്റ്റംബർ 30ക്കുള്ളിൽ റിട്ടേൺ ഫയൽ ചെയ്യാൻ സാധിച്ചില്ല എന്ന് വിചാരിക്കുക, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ രജിസ്ട്രേഷൻ ക്യാൻസലേഷൻ റിവോക്ക് ചെയ്യുന്നത് നവംബറിലോ ഡിസംബറിലോ എന്ന് വിചാരിക്കുക. അപ്പോൾ സപ്പോസ് ഡിസംബർ 31 നിങ്ങളുടെ രജിസ്ട്രേഷൻ ക്യാൻസലേഷൻ റിവോക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനുവരി 30 നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് ഈ സെക്ഷൻ 16(6) പ്രകാരം നിങ്ങൾക്ക് എലിജിബിൾ ആയിട്ടുള്ള ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാം. ഇത് വളരെ വലിയ ഒരു നല്ല നിർദ്ദേശമാണ്. കാരണം വെച്ചാൽ സാധാരണ
സാധാരണഗതിക്ക് ഈ ക്യാൻസലേഷൻ്റെ പീരീഡിൽ ഇൻപുട്ട് എടുക്കാൻ സാധിക്കില്ല എന്നുള്ളത് കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഃഖകരമായിട്ടുള്ളൊരു അവസ്ഥയായിരുന്നു. കാരണം ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ പലതരത്തിൽ സംഭവിക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ സുവമോട്ടോ ക്യാൻസലേഷനൊക്കെ വരുന്നത് പലപ്പോഴും ഒരു റിട്ടേൺ, അതായത് 6 മാസത്തെ റിട്ടേണിൽ ചിലപ്പോൾ 5 മാസം കഴിഞ്ഞ് 1 മാസം ശ്രദ്ധിക്കാതെയൊക്കെ സംഭവിക്കുന്ന ക്യാൻസലേഷനാണ്. അത്തരത്തിൽ ക്യാൻസലേഷൻ സംഭവിച്ചു കഴിഞ്ഞാലും ക്യാൻസൽ ചെയ്ത പീരീഡിൽ നിങ്ങൾക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാം എന്നുള്ള വലിയ നല്ലൊരു നിർദ്ദേശം തന്നെയാണ് സെക്ഷൻ 16(6) പറഞ്ഞിട്ടുള്ളത്. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭേദഗതി വന്നിട്ടുള്ളത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റുമായി ബന്ധപ്പെട്ട് സെക്ഷൻ 17(5) 17(5) ഒരു അമെൻമെൻറ്റ് വന്നിട്ടുള്ളത്. 17(5) പറയുന്നത് വെച്ചാൽ ബ്ലോക്ക്ഡ് ക്രെഡിറ്റിനെ കുറിച്ചാണ്. അതായത് നിങ്ങൾക്ക് ഇൻപുട്ട് ടാക്സ് എലിജിബിൾ അല്ലാത്ത ഏതൊക്കെയാണ് എന്നുള്ളതാണ് 17(5) പറഞ്ഞിട്ടുള്ളത്. അതിൽ പ്രധാനമായിട്ടുണ്ടായിരുന്ന നിങ്ങൾ സെക്ഷൻ 74 അടച്ച ടാക്സ് നിങ്ങൾക്ക് ഇൻപുട്ട് എടുക്കാൻ പറ്റില്ല നിലവിൽ സംവിധാനം അനുസരിച്ച്. 129 എന്തെങ്കിലും തരത്തിലുള്ള ഇവേഷനുമായിട്ട് ബന്ധപ്പെട്ട് വെഹിക്കിൾ ചെക്കിംഗ് ഒക്കെ വന്നു കഴിഞ്ഞാൽ, പെനാൽറ്റി വന്നു കഴിഞ്ഞാൽ കേസിലാണെങ്കിൽ 129 നിങ്ങൾക്ക് ഇൻപുട്ട് എടുക്കാൻ പറ്റില്ല. അതേപോലെ 130 ഈ 3 സെക്ഷൻ പ്രകാരം നിങ്ങൾ അടച്ചിട്ടുള്ള എമൗണ്ടിന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാൻ നിലവിലെ നിയമത്തിൽ സംവിധാനമില്ല. അതിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് സെക്ഷൻ 17(5) ഒരു അമെൻമെൻറ്റ് വന്നിട്ട് സെക്ഷൻ 17(5) സബ്സെക്ഷൻ 1 പറയുന്നതെന്ന് വെച്ചാൽ ഈ ബ്ലോക്ക് ക്രെഡിറ്റിൽ നിന്നും സെക്ഷൻ 74-നെയും 129-നെയും 130-യും ഒഴിവാക്കി. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ 74 എന്നുള്ള സെക്ഷൻ 2023-24 ഫിനാൻഷ്യൽ ഇയർ വരെ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. 2023-24 ഫിനാൻഷ്യൽ ഇയറിന് ശേഷം സെക്ഷൻ 73-യും 74-നെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് 74A എന്നൊരു സെക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ 17(5) അമെൻമെൻറ്റിൽ ഈ സെക്ഷൻ 74A കൂടി ഉൾപ്പെടുത്തി. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ച് സെക്ഷൻ 74A-ലും സെക്ഷൻ 129-ലും സെക്ഷൻ 130-ലും അടച്ചിട്ടുള്ള ടാക്സുകൾക്ക് ഇനി മുതൽ നിങ്ങൾക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിൻ്റെ ആനുകൂല്യം ലഭിക്കും. ഇത് ഒരിക്കലും ബ്ലോക്ക്ഡ് ക്രെഡിറ്റായി കണക്കാക്കുകയില്ല. ഇത് വളരെ സ്വാഗതാർഹമായിട്ടുള്ള ഒരു തീരുമാനം തന്നെയാണ്. ഫിനാൻസ് ആക്ട് 2024 GST-യുമായി ബന്ധപ്പെട്ട ധാരാളം അമെൻമെൻറ്റ്സ് വന്നിട്ടുണ്ട്. അത്തരം അമെൻമെൻറ്റ്സിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 74A തുടങ്ങിയിട്ടുള്ള അമെൻമെൻറ്റ്സിനെ കുറിച്ച് വളരെ വിശദമായി അടുത്ത് തന്നെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.